Hello everyone, welcome back. This is Nirjana here from Leo Tales. ഇന്ന് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം മാറി എൻ്റെ മൊത്തത്തിൽ മേക്കപ്പ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആംഗിൾ സ്പ്രെയിനായിട്ട് വീട്ടിൽ ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ ഇത് താഴെ എൻ്റെ പേരൻസിൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ വേറെ അങ്ങനെ ഷൂട്ടിംഗ് സെറ്റപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയാണ്. ഇന്ന് വളരെ ഇൻഫോർമൽ ബാക്ക്ഗ്രൗണ്ടാണ്. മേക്കപ്പ് അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഒന്നാമത് മേക്കപ്പ് സാധനങ്ങളെല്ലാം മോളാണ്, സ്റ്റെപ്പ് കയറാൻ പാടില്ല. ഓവറോൾ നോട്ട് ഹെൽത്തി, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ബട്ട് എനിവേ, ഇന്നത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, മോസ്റ്റ്ലി ഞാൻ ബോഡി കെയർ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം പലരും പറയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ പറയണം, അത് തീർത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അതിനകത്തോട്ട് അതൊരു നല്ല കാര്യമാണ്. സോ ഞാൻ മോളിൽ നിന്ന് എൻ്റെ പാർട്ട്ണറിനെ കൊണ്ട് എൻ്റെ കുറേ empty ആയിട്ടുള്ള സ്കിൻ കെയർ സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് ഐ തോട്ട് ഐ ഡു ദ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ ഫിയാമ. ഇതിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഇതിങ്ങനെ താഴെ ഇരുന്നപ്പം ആ സ്റ്റെപ്പ് കയറി പോക്കനെ എൻ്റെ ഫാദർ, എൻ്റെ ബ്രദർ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഐസ്ക്രീം ടബ് പോലെയുണ്ട്, ഇങ്ങനെ മണപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഐ തോട്ട് ഓക്കെ ഐ ക്യാൻ ഡൂ ഇറ്റ്. സോ ഫിയാമയുടെ നിയാസിനമൈഡ് ബോഡി സ്ക്രബാണ് ഇവിടെ ഉള്ളത്. ഇത് 80-90% തീർന്നു. സോ പൊതുവെ ഫിയാമയുടെ ബോഡി പ്രൊഡക്ട്സിൻ്റെ അത്ര ഒരു വലിയൊരു ഫാനല്ല ഞാൻ. അവരുടെ സോപ്പൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഗോ ടു ബ്രാൻഡായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. പക്ഷേ ഈ സ്ക്രബ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. ഇത് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ്, ഈ സോപ്പ് കൂടുള്ള സ്ക്രബല്ല. അതായത് എന്താണ് പറയുക, മറ്റേ പത കൂടെ വരുന്ന ടൈപ്പില്ല, അങ്ങനത്തെ ടൈപ്പ് സ്ക്രബല്ല ഇത്. സോ ദിസ് ഇസ് യു ക്യാൻ യൂസ് ആഫ്റ്റർ മേ ബി ജനറൽ നിങ്ങളുടെ ഷവർ ജെല്ലോ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യു ഹാവ് സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ് ആൻഡ് ഓൾസോ ഫിസിക്കൽ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് വാൾനട്ട്, അക്കായ് ബെറി, ക്രഞ്ചി വാൾനട്ട്, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ്. അതായത് യു ഹാവ് എ കെമിക്കൽ എക്സ്ഫോളിയേഷൻ വിച്ച് ഇസ് സാലിസിലിക് ആസിഡ് ആൻഡ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. വളരെ ജെൻറ്റൽ ഓൺ സ്കിന്നാണ്. എനിക്ക് അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ സ്കിന്നിന് ദിസ് ഇസ് വർക്കിംഗ് റിയലി വെൽ. യു ആർ ഗെറ്റിംഗ് 200 ml ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഡീറ്റാൻ, ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഹാസ് എനി ഡീറ്റാൻ പർപ്പസ്. എനിക്കങ്ങനെ ഭയങ്കര ടാനും ഇല്ല, പക്ഷേ ഓവറോൾ ബോഡിക്ക് യൂസ് ചെയ്യാൻ ഇറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. ഒട്ടും ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ആൻഡ് പ്രൈസിങ് ഇസ് വെരി ഗുഡ്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഇസ് ഗുഡ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഒന്നിച്ച് വരുന്നത് കൊണ്ട് ഐ ലൈക്ക് ദ പ്രോഡക്റ്റ് റിയലി. സോ ഫിയാമയുടെ ഈ ബോഡി സ്ക്രബ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യു വിൽ ലൈക്ക് ഇറ്റ്. ടിംബ് എന്നൊരു ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഞാൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഓൺലൈനൊന്നും എവിടെയും കണ്ടിട്ടില്ല. ടിംബിൻ്റെ സാഫ്രൺ ബോഡി ബട്ടർ ഞാനത് ഉപയോഗിച്ച് തീർത്തു. ഇനി മേ ബി ഒരു വട്ടം കൂടെ ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഇത് ഞാൻ എപ്പോൾ അപ്ലൈ ചെയ്താലും എൻ്റെ ഹസ്ബൻഡ്, താഴെ വരുമ്പോൾ എൻ്റെ അമ്മ, എല്ലാവരും പറയും നല്ല മണം, ഭയങ്കര നല്ല മണമാണ്. ഇതിൻ്റെ മണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ, സാഫ്രൻ്റെ മണം എന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ടു സ്ട്രോങ്. ദ ബോഡി ബട്ടർ ഇസ് റിയലി ഗുഡ് ഫോർ നോർമൽ ഓർ ഡ്രൈ സ്കിൻ. നിങ്ങൾക്കിപ്പോൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഭയങ്കര സ്വെറ്റി സ്കിൻ ആണെങ്കിൽ മേ ബി സ്യൂട്ട് ആവത്തില്ല. ഞാൻ ഇതിനെ നൈറ്റ് ടൈം മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഡേ ടൈമിൽ ദിസ് ക്യാൻ ഫീൽ എ ബിറ്റ് തിക്ക്. സോ നൈറ്റ് ടൈം മോയ്സ്ചറൈസർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ ലവ് ദ മോയ്സ്ചറൈസർ. ഇത് ഭയങ്കര കംഫർട്ടബിളാണ് യൂസ് ചെയ്യാനായിട്ട്. കുറേ നേരം മണം നിൽക്കും. അത്യാവശ്യം ഒരു വെറ്റ് സ്കിന്നിലാണ് യൂഷ്വലി നമ്മൾ ബോഡി ബട്ടർ അപ്ലൈ ചെയ്യുക. ദ ഫ്രേഗ്രൻസ് ഇസ് വെരി ഗുഡ്. ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റ് എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഐ വാസ് പ്ലെസൻ്റ്ലി സർപ്രൈസ്ഡ്. കാരണം അധികം റിവ്യൂസ് ഒന്നുമില്ല. ഐ റാൻഡംലി പിക്ഡ് ഇറ്റ് ഫ്രം ആമസോൺ ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഉറപ്പായിട്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. കാരണം എൻ്റെ മണം ഭയങ്കര നാച്ചുറൽ ഒരു മണമാണ്. നമ്മളൊരു ചില ഹെർബൽ ആയുർവേദിക് ഫോർമുലേഷൻസ് പോലെ, പക്ഷേ എന്നാൽ ഒരു സ്ട്രോങ് ആയുർവേദിക് കഷായമിലേക്ക് അങ്ങനത്തെ മണവുമല്ല. വെരി പ്ലെസൻറ്റ് ബട്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം നമ്മുടെ ഈ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസസിൽ നിന്നും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ ഉള്ളൊരു പ്രോഡക്റ്റ്, ഇത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ന്യൂഡ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. സ്മൂതി അൾട്ടിമേറ്റ് സ്കിൻ പാമ്പറിങ് റിപ്പയറിംഗ് ലോഷൻ. സ്പ്രേ ലോഷനാണ്. അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് യു ക്യാൻ അപ്ലൈ ഇറ്റ് ഓൺ ടു യുവർ ബോഡി. എനിക്ക് തോന്നുന്നു എൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. ഇതിൻ്റെ അടപ്പൊക്കെ പോയി ഇത് ഏതാണ്ട് തീർന്നു. ഞാനിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ദിസ് വൺ കണ്ടെയ്ൻസ് യോഗർട്ട്, നിയാസിനമൈഡ്, സെറാമൈഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് ഹൈലറോണിക്. നിയാസിനമൈഡ് good for skin brightening, ceramide is great for dehydrated skin, salicylic acid is good for exfoliation, and hyaluronic acid is a good for dry skin, and yogurt is also there. So ഇത് എവറി ഡേ യൂസ് ചെയ്യേണ്ട, കാരണം സാലിസിലിക് ആസിഡ് ഉണ്ട് വിച്ച് ഇസ് BHA. സോ എവറി ഡേ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ഇസ് നോട്ട് ഗുഡ് ഫോർ സ്കിൻ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബം ഏരിയ അല്ലെങ്കിൽ കൈമുട്ട്, ഒരുപാട് ടെക്സ്ചേർഡ് സ്കിൻ ഉണ്ട് എന്ന് തോന്നുന്ന ഏരിയാസിൽ നിങ്ങൾക്ക് സേഫ്ലി യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ മണം, ഐ ലൈക്ക് ദ മണം. യോഗർട്ടിൻ്റെ മണമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സംതിങ് മിൽക്കി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ബേബി പൗഡർ, ബേബി ഓയിൽ അങ്ങനെയല്ല, പക്ഷേ ഒരു മിൽക്കി ഫ്രേഗ്രൻസ് ആണുള്ളത്. ഇത്
ലോഷൻ പോലെയാണ്, ആസ് യു ക്യാൻ സീ, ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ്. അപ്പോൾ ഭയങ്കര തിക്കല്ല. സോ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് വാണ്ട് ടു ലെയർ ഇറ്റ്, ബട്ട് അതർവൈസ് ഐ യൂസ് ഇറ്റ് ഇൻ ദ ബംപി ഏരിയാസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് 200 ml 250 ml പ്രോഡക്റ്റ്. അപ്പോൾ ഈസിലി ഡെയിലി യൂസ് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ പോവുകയാണെങ്കിലും ഒരു 2-3 months ഒക്കെ നിങ്ങൾക്ക് എൻ്റെ നിൽക്കും. പിന്നെ ഒരു നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് ബൈ പിൽഗ്രിം. പിൽഗ്രിമിൻ്റെ സെക്കൻഡ് ബോഡി ലോഷനാണ് ആൻഡ് ദിസ് പ്രൈമർലി യൂസ് ചെയ്യുന്നത് എൻ്റെ പാർട്ട്ണറാണ്. പിൽഗ്രിമിൻ്റെ ഫ്രഞ്ച് റെഡ് വൈനിൻ്റെ ഇതേ ക്വാണ്ടിറ്റിയിൽ 400 ml വരുന്നൊരു ബോഡി ലോഷൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ ഹീ ലൈക്ക് ഇറ്റ് വെരി മച്ച്. സോ അത് ഞങ്ങൾ മാറി മാറി യൂസ് ചെയ്യും. അത് തീർന്നു കഴിഞ്ഞപ്പോൾ അതേ ലിസ്റ്റിങ്ങിലുള്ളതായിരുന്നു ദിസ് ബോഡി ലോഷൻ. ദിസ് ഇസ് ഗ്ലോ ബോഡി ലോഷൻ വിത്ത് സ്പാനിഷ് സ്ക്വാലീൻ ആൻഡ് നിയാസറമൈഡ് 48 hour മോയ്സ്ചറൈസേഷൻ. അതെനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എവറിഡേ ഷവർ ചെയ്യുന്നവരാണ്. സോ വി യൂസ് ഇറ്റ് റിപ്പീറ്റഡ്ലി. അതുപോലെ ഇറ്റ്സ് എ വെരി യൂണിസെക്സ് ഫ്രേഗ്രൻസ് ഇഫ് ഐ വുഡ് സേ. ഈ പ്ലമ്മിൻ്റെ ചില ബോഡി ഓയിൽസിൻ്റെ പോലത്തെയൊക്കെ ഒരു മണമാണ്. ഇറ്റ്സ് എ വെരി നൈസ് ഫ്രേഗ്രൻസ്. പക്ഷേ ഇത് റീപർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നത്തിങ് പ്രോബ്ലമാറ്റിക് അബൌട്ട് ദിസ്. വി റിയലി ലൈക്ക് യൂസിങ് ഇറ്റ്. ബട്ട് ഞാൻ ഫ്രഞ്ച് റെഡ് വൈൻ അതിൻ്റെ വേരിയൻ്റ് ആണ് റീപർച്ചേസ് ചെയ്യാൻ സാധ്യത. കാരണം അതിൻ്റെ ഫ്രേഗ്രൻസിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. ഒരു ഫ്രൂട്ടി സിട്രസി ഫ്രൂട്ടി ഒരു വേരിയൻ്റ് ആണ്. ഈ മാംഗോ അല്ലെങ്കിൽ അക്വാട്ടിക് അങ്ങനത്തെ ഒരു ഫ്ലേവർ അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഓഫ് ദ ടു ഫ്രം പിൽഗ്രിം ഐ തിങ്ക് ദ ഫ്രഞ്ച് റെഡ് വൈൻ വേരിയൻറ്റ് ഇസ് ബെറ്റർ. കാരണം അതിൻ്റെ ഫ്രേഗ്രൻസ് ഇസ് ബെറ്റർ. ഇതിൻ്റെ ഫ്രേഗ്രൻസ് ഇസ് കൊക്കോ ബട്ടർ അങ്ങനത്തെ ഫ്രേഗ്രൻസ് ആണ്. വലിയൊരു സ്ട്രോങ് ഫ്രേഗ്രൻസ് അല്ല. ചില ബേബി പ്രോഡക്ട്സിൻ്റെ പോലത്തെ ഒരു മണമാണ്. ഇറ്റ്സ് വെരി പ്ലസൻറ്റ്. ഇറ്റ് ഇസ് വെരി നൈസ്. ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ സെൻസിറ്റീവ് നോസ്. അധികം മണം വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഉള്ളത് അക്വലോജിക്കയുടെ. അക്വലോജിക്ക 3-4 വേരിയൻറ്റ്സ് റിലീസ് ചെയ്തു. അവർ റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വാങ്ങിയതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസങ്ങളായെന്നാണ് എൻ്റെ ഓർമ്മ. യാ. സോ ദിസ് ഇസ് ദെയർ അക്വലോജിക്ക റിഫ്രഷ് ഡ്യൂയി ഫ്ലോറൽ കിസ് പെർഫ്യൂംഡ് ബോഡി മിസ്റ്റ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നു. ദ പാക്കേജിങ് ഇസ് നൈസ്. ഇറ്റ് ഇസ് വാല്യൂ ഫോർ മണി. ഫ്ലോറൽ പെർഫ്യൂമിൻ്റെ കൂടെ ലെയർ ചെയ്യാൻ പറ്റിയൊരു മണമാണ്. ഡു ഐ ലൈക്ക് ഇറ്റ്? യെസ്. വിൽ ഐ റീപർച്ചേസ് ഇറ്റ്? നോ. നോട്ട് ബിക്കോസ് ഇറ്റ്സ് ബാഡ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ട്രൈ ബെറ്റർ പ്രോഡക്ട്സ്. ഇപ്പം ഈ ടിംബിൻ്റെ ഈ ബോഡി ബട്ടർ ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് സംതിങ് ഐ മൈറ്റ് റീപർച്ചേസ്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ്. ഇത് അക്വലോജിക്കയുടെ ബോഡി മിസ്റ്റ് ഇസ് വെരി ഗുഡ്, ബട്ട് ഐ മൈറ്റ് റീപ്ലേസ് ഇറ്റ്. ഐ എം ട്രാവലിംഗ് ഇൻ 2 weeks. സോ ഞാൻ പുതിയ ബോഡി കെയർ പ്രോഡക്ട്സ് ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങി ഉപയോഗിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഒരു സ്റ്റേപ്പിളായിട്ട് ഇത് അങ്ങനെ ഐ ഡോണ്ട് സീ മൈസെൽഫ് ക്യാരിങ് ദിസ് വിത്ത് മീ. ഇതിനോടൊപ്പം തന്നെ കാണിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ പ്ലമ്മിൻ്റെ ഒരു ബോഡി മിസ്റ്റ്. അത് തീർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാതിരുന്നത്. അവരുടെ ന്യൂ റേഞ്ച് ഓഫ് ബോഡി മിസ്റ്റിൽ ഞാൻ ബോർഡ് റൂം ഇൻ ബോറ ബോറ എന്നുള്ള വേരിയൻറ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെല്ല വീറ്റയിലെ ഡേറ്റ് എന്നുള്ള ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതുമായിട്ട് കുറച്ച് സിമിലർ ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് അക്വലോജിക്കയുടെ ഈ ഫ്രേഗ്രൻസസ് അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് ഇതെല്ലാം സിമിലർ കാറ്റഗറി പോലെയാണ്. റിവ്യൂ വൈസ് നോക്കിക്കഴിഞ്ഞാൽ, ലോഞ്ചിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാലും ദേ ആർ നൈസ്. യു ക്യാൻ ഗിവ് ഇറ്റ് എ ഷോട്ട്. പക്ഷേ റിപ്പീറ്റായിട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പിന്നെ ഉപയോഗിച്ച് തീർത്ത് ബാത്റൂമിൽ അങ്ങനെ മാറ്റി ഇട്ടിരുന്നതാണ് ബെല്ല വീറ്റയുടെ പാർട്ടി പെർഫെക്റ്റ് ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ ബോഡി സ്ക്രബ് വാഷ്. യാ, ഇതിൻ്റെ മണം ഇസ് ലൈക്ക് ഒരു മെയിൽ പെർഫ്യൂമിൻ്റെ പോലത്തെ ഒരു മണമാണ്. ഭയങ്കര സ്ട്രോങ് മണം അല്ലെങ്കിൽ ഭയങ്കര പഞ്ചൻറ്റ് മണം എന്നല്ല. സോ ദിസ് ഇസ് എ ബോഡി വാഷ്, സ്ക്രബുള്ള ബോഡി വാഷ്. അതായത് എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ മറ്റേ പതിഞ്ഞ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബും ബോഡി വാഷുമായിട്ട് ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് വെള്ളം കൂടെ സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമൾസിഫൈ ആയിട്ട് വരും. ഇമൾസിഫൈങ് ഇസ് ദ വേർഡ് ഐ ബിൻ സെർച്ചിങ് ഫോർ കുറേ നേരമായിട്ട്. സോ 2 സ്റ്റെപ്പ് വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിയും. എനിക്കിതിൽ വന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇത് സ്ക്വീസ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. പ്രോഡക്റ്റ് കുറച്ച് തിക്കാണ്. സോ ഞാൻ മുക്കാലും സ്ക്വീസ് ചെയ്തു. അടുത്ത് ഞാൻ ഇനി ഇതിൻ്റെ വയറ്റിൽ കൂടെ ഞാനിത് കട്ട് ചെയ്യും. ഞാൻ അങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും കളയാറില്ല. സോ ഞാനിതിവിടെ കൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെയുള്ളത് ഞാൻ തോണ്ടിയെടുക്കും. അങ്ങനെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഞാൻ കളയില്ല. അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. ഇവിടെയോ 2-3 ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് തോണ്ടിയെടുത്ത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്ക്വീസ് ചെയ്യാൻ ഇത്രയും പാടാണ്. എക്സ്ഫോളിയേഷൻ ഫീലിംഗ് ഇസ് വെരി ഗുഡ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഇമുൾസിഫയിങ് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ വേറെയും അവൈലബിൾ ആണ്. ഇപ്പോൾ ഫിയാമയുടേത് അങ്ങനത്തെ ഇമുൾസിഫയിങ് സ്ക്രബ് അല്ല. ഓൾറെഡി സോപ്പൊക്കെ ഇട്ട് കുളിച്ച് അല്ലെങ്കിൽ ബോഡി വാഷൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സ്ക്രബ് യൂസ് ചെയ്യാൻ പറ്റൂ. ഇതിനത് വേണ്ട. സോ സംടൈംസ് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ വെൻ യു ആർ ട്രാവലിംഗ്. ബട്ട് ഇൻസ്റ്റൻറ്റ് ഹീറ്റ് ആൻഡ് റിമൂവൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക് ഔട്ട്സോ അങ്ങനെയൊന്നും വന്നില്ല. ഞാൻ ബോഡി മോയ്സ്ചറൈസ് ചെയ്തു. സ്കിൻ സ്മെൽഡ് ഗുഡ്, സ്കിൻ ഫെൽറ്റ് സോഫ്റ്റ്. അത്രയേ ഉള്ളൂ. ലൈക്ക് എ വെരി ഗുഡ് സ്ക്രബ്, ഹൗ എ സ്ക്രബ് വുഡ് പെർഫോം, നത്തിങ് മോർ നത്തിങ് ലെസ്. അടുത്ത ഒരു MT എന്ന് പറയുന്നത് ഈ വാവിൻ്റെ കൊറിയൻ ബാംബൂ ജെൽ.
എൻ്റെ കയ്യിൽ എപ്പോഴും ഏതെങ്കിലും ഒരു പ്യുവർ ജെല്ല് കാണും. അതിപ്പം ഫേസ് ബ്രേക്കൗട്ട്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ചൊറിച്ചിലോ ബേണോ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് മോസ്റ്റ് പ്രോബ്ലി അത് പ്യുവർ അലോവേറ ജെല്ലായിരിക്കും. അലോവേറ ജെൽ ഇപ്പോൾ തീർന്നപ്പോൾ ഞാൻ വോവിൻ്റെ ഇത് വാങ്ങിച്ചു. ദിസ് 99% പ്യുവർ ബാംബൂ ജെൽ, സിലിക്കോൺസ് ഇല്ല, മിനറൽ ഓയിൽസ് ഇല്ല, പാരബൻസ് ഇല്ല. ഇത് ഞാൻ ഫേസ് മാസ്ക് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഹെയർ പൗഡർ ഒരു മാസ്ക് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഭയങ്കരമായിട്ട് വെയിലടിച്ച് കഴുത്തൊക്കെ ചുമന്ന് വന്നൊരു ദിവസം നെക്കിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഓവറോൾ ഓൾറൗണ്ടർ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്, സംതിങ് ദറ്റ് യു ക്യാൻ ക്യാരി. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആണ്, വേറെ അഡിക്റ്റീവ്സ് ഒന്നുമില്ല. എന്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും യു ക്യാൻ പെയർ ഇറ്റ് അപ്പ് വിത്ത് സച്ച് എ പ്രോഡക്റ്റ്. അപ്പം ഇസ് ദിസ് ഗുഡ് എന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ് ഇസ് ഗുഡ്. പ്യുവർ ജെൽസ് നോക്കി നടക്കുന്നവർക്ക് ഒരു ചേഞ്ച് വേണം ഫ്രം അലോവേറ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദ ബാംബൂ ജെൽ. പാക്കേജിങ് ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് നൈസ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. യു ആർ ഗെറ്റിംഗ് 200 ml ഓഫ് ദ പ്രോഡക്റ്റ്. എന്തിനു വേണമെങ്കിലും തലമുടിക്കോ കൈക്കോ കാലിനോ എന്തിനാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് വെരി ഗുഡ്. അപ്പം those are all the products that I wanted to show you. ചിലത് റീപർച്ചേസ് ചെയ്യും, ചിലത് ചെയ്യില്ല, അത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. Until then, take care. Bye.